സമാധാനപ്പെടും. ചേച്ചി എങ്ങനെയുണ്ട് അറേഞ്ച്മെന്റ്? ഏറ്റവും നല്ല ഫോട്ടോ നോക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഫ്ലെക്സ് ഒക്കെ അടിക്കാനായിട്ട് ഞങ്ങൾ എന്തോരം ബുദ്ധിമുട്ടിയെന്നറിയോ? ഫ്ലെക്സിലെ ഏറ്റവും വലിയ ഫോട്ടോ നിങ്ങളുടെയാ. എന്താണോ ഇതൊക്കെ? പോസ്റ്റർ അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്നെ എന്തിനാ വൺ സൈഡ് ലവർ ഓർഗനൈസേഷന്റെ ഇനോഗ്രേഷന് വിളിച്ചത്? നിങ്ങൾക്ക് എങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? നിങ്ങളുടെ ലവ് മാറ്റർ ഒക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഞങ്ങൾ റോഡിന്റെ മുക്കിന്റെ ഇടവഴി വിട്ടിട്ട് അതിന് മെയിൻ റോഡ് വരെയുള്ള എല്ലാവർക്കും നിങ്ങളുടെ പ്രേമത്തെ കുറിച്ച് അറിയാന്നേ. പേഴ്സണൽ മാറ്റർ ഈ രീതിയിൽ പബ്ലിക് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് മാത്രല്ല ചേച്ചി, നിങ്ങളുടെ പക്ക വൺ സൈഡ് ലവ് ആണെന്നും സീരിയസ് ആണെന്നും ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളുടെ മനസ്സ് വളരെ വലുതാണ് ചേച്ചി. എന്താണോ താനീ പറയുന്നേ? ഇനിയുമുണ്ട് ചേച്ചി. നിങ്ങളുടെ പ്രേമം ഒരു എക്സാമ്പിൾ മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ കൂടിയാ. ആഹാ, പുതിയ ആംഗിൾ കിട്ടിയല്ലോ. ഞങ്ങളുടെ ഏരിയയിൽ ഒരുത്തൻ ലവ് ഫെയിലിയർ എന്നും പറഞ്ഞ് കൈ മുറിച്ച് സൂയിസൈഡ് ചെയ്യാനാ പോയത്. ഭാഗ്യത്തിന് ഞങ്ങൾക്കത് മനസ്സിലായി. ഞങ്ങൾ അവനെ തടയുകയും ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ സ്റ്റോറി അങ്ങ് വെച്ച് കാച്ചി. ഒരപ്രേമത്തിന് ഇത്രയും വലിയ കണ്ണീരിന്റെ കഥ പറയാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. എന്താടോ എന്റെ എന്ത് സ്റ്റോറിയെ കുറിച്ചാ പറഞ്ഞത്? ചേച്ചിയുടെ ബോസിനെ മനസ്സിൽ കൊണ്ടു നടന്ന് പ്രേമിച്ചില്ലേ? പക്ഷെ നിങ്ങളുടെ ബോസ് ആണെങ്കിലോ കെയർ ചെയ്തു പോലുമില്ലല്ലോ. എന്നിട്ടും ചേച്ചി അവരുടെ കൂടെ തന്നെയല്ലേ ഓഫീസിലേക്ക് പോകുന്നതും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? അയ്യോ എന്റെ ദൈവമേ, ഇനി ഈ കാര്യത്തെ കുറിച്ച് ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരും? ഭയങ്കര പാവന്നൊക്കെ പറഞ്ഞത് കുറച്ച് ഓവറായി പോയി. ചേച്ചിയുടെ ത്യാഗവും പ്രണയവും ആത്മാർത്ഥതയും ഒക്കെ കണ്ടിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചത്. അതൊക്കെ ശരി, പക്ഷെ എന്നെ തന്നെ വിളിക്കണായിരുന്നോ? അല്ല, വേറെ ആരുടെ ലവ് ഫെയിലിയർ ആയിട്ടില്ലേ? ഉണ്ടാവാം, പക്ഷെ നമ്മുടെ അമൂല്യ ചേച്ചിയെ പോലെ പ്യുവർ ലവ് ഫെയിലിയർ കേസ് വേറെ ഇല്ല. അങ്ങനെ തെറ്റിയിരിക്കില്ല ചേച്ചി. ഈ ലോകത്ത് നിങ്ങളല്ലാതെ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് എനിക്ക് ലവ് ഫെയിലിയർ ആയെന്ന് പറഞ്ഞ് ഒച്ചയിൽ വിളിച്ചു പറയുന്ന ഒരു പെൺകുട്ടി പോലും ഇവിടെ ഇല്ല. അത് എന്തുകൊണ്ടെന്നാ ചോദിക്കുന്നത്? എപ്പോഴും പെൺകുട്ടികൾ മാത്രം തേച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ പെൺകുട്ടികൾ ശരിയല്ല എന്ന് പറയുന്ന ഈ ലോകത്ത് പെൺകുട്ടികളും സ്നേഹിക്കും, അതും സിൻസിയർ ആയിട്ട് തന്നെ സ്നേഹിക്കുമെന്ന് ഞങ്ങൾ എല്ലാവർക്കും കാണിച്ചു തന്നത് നമ്മുടെ അമൂല്യ ചേച്ചിയാ. ഇനാഗുറേഷൻ സ്പീച്ച് ബൈഹാർട്ട് ചെയ്താ വന്നിരിക്കുന്നത്. ചേച്ചി, ഞങ്ങൾ ചേച്ചിയെ കുറിച്ച് കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. ചേച്ചി ബ്രേക്കപ്പ് ആയ സമയത്ത് പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ? ആ നഷ്ടപ്രണയത്തിൽ നിന്നും മനസ്സിന് ശാന്തി കിട്ടാനായി അത്രയും ദൃഢനിശ്ചയത്തോടെ ചേച്ചി വെയിറ്റ് ചെയ്ത് നിന്നില്ലേ? എല്ലാം ഞങ്ങൾക്ക് അറിയാം ചേച്ചി. ഈ മുതുക്കി ഇവരെവിടെയോ കൊണ്ടുവച്ചിരിക്കുക. ചേച്ചിയുടെ ജീവിതം ഒരു ഇതിഹാസം തന്നെയാണ് ചേച്ചി. ഇത് എന്റെ ഡയലോഗാണല്ലോ. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ ഒരാളെ വിളിച്ച് നിങ്ങളെപ്പോലെ ജീവന തുല്യം സ്നേഹിക്കുന്ന പെൺകുട്ടികൾ കൂടട്ടെ എന്ന് വിചാരിച്ച ഞങ്ങൾ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തത് ചേച്ചി. ഞങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ചേച്ചി? ചേച്ചി അങ്ങനെയൊന്നുമില്ല. ചേച്ചിയെ പറ്റി ഗൂഗിൾ ചെയ്താ ഒരു വരി പോലും കിട്ടില്ല, അറിയോ? നിങ്ങൾ ചേച്ചിയെ പറ്റി ഒരു ബുക്ക് എഴുതാൻ പറ്റുന്ന പോലെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഫാൻസ് എന്ന് പറഞ്ഞാ നിങ്ങളാ. ശരി, വാ മുന്നോട്ടുള്ള ചടങ്ങുകൾ നടത്താം. അമൂല്യ ചേച്ചി, റൗഡി ബേബി, നമ്മുടെ സ്വന്തം അമൂല്യ ചേച്ചിക്ക്. ഞാൻ എങ്ങനെ തന്നെ ലോക്കിടാൻ ശ്രമിച്ചാലും അവൻ എന്റെ വലയിൽ വീഴുന്നില്ല. അവൻ അമൂല്യത്തേനെ സ്നേഹിക്കുന്ന ക്ലിയർ ചെയ്യുമായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അപ്പോ അതൊരു പ്രോബ്ലം ആയിരുന്നു എന്നെങ്കിലും വിചാരിക്കാമായിരുന്നു. പക്ഷെ അതും ചെയ്തില്ല. എന്നാലോ
3 നേരം അവളുടെ സാരിത്തുമ്പത്ത് പിടിച്ചു നടക്കുന്നതും വിടില്ല. ഇവൻ എന്റെ അടുത്ത് ചെയ്തിട്ടുള്ള ഡീല് വേറെയാണെങ്കിൽ അവന്റെ അമ്മയുടെ അടുത്ത് ചെയ്തിരിക്കുന്ന ഡീല് വേറെയാ. എന്റെ മകനാണ്, അവൻ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ, അവൻ നിന്നെ തന്നെ കല്യാണം കഴിക്കൂ എന്നും പറയും. ഇവരാണെങ്കിലോ ഇങ്ങനെ കാണിക്കും. ആക്ച്വലി ഇവരുടെ പ്രോബ്ലം എന്താ? ഹലോ. ഹായ് സാഹിത്യ, നീ എന്തെടുക്ക ഇപ്പോ? ഇന്നും ജീവനോടെ ഉണ്ട് ആന്റി, മരിച്ചിട്ടില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടൊന്നുമല്ല സംസാരിച്ചത്. എന്താ നിന്റെ പ്രോബ്ലം? പ്രോബ്ലം എന്റേതല്ല ആന്റി, നിങ്ങളുടെ മകന്റെയാ. ശരി, നീ ആദ്യം കാര്യം എന്താന്ന് പറ. ഇന്ന് ആ അമൂല്യ ഓഫീസിൽ വന്നിട്ടില്ല. ഇന്നെങ്കിലും നിങ്ങളുടെ മകൻ എന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ചപ്പോ ഇന്നും എവിടെയോ പുറത്തു പോയിരിക്കുക. ഓഫീസ് വർക്കാന്ന് നിങ്ങൾ പറയണ്ട. ഇന്നൊരു മീറ്റിംഗ് പോലും പുറത്ത് ഫിക്സ് ആക്കിയിട്ടില്ല എന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ശരി, നിന്റെ ഇറിറ്റേഷനൊക്കെ എനിക്ക് മനസ്സിലാവും. ഇനി മുതൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ആദ്യ ദിവസം തൊട്ട് ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നതിനും ഇപ്പൊ പറയുന്നതിനും തമ്മില് വളരെ വ്യത്യാസമുണ്ട് സാഹിത്യ. എന്ത് വ്യത്യാസം? എന്ത് വലിയ കാര്യം നടക്കാൻ പോകുന്നേ? ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. നാളെ നിന്റെയും വേദാന്തിന്റെയും കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാണ്. അത് കഴിയുമ്പോ കാര്യങ്ങളൊക്കെ ശരിയാകും. വാട്ട്? അമ്മു ചേച്ചിക്ക്, റൗഡി ബേബിക്ക്, അമ്മു ചേച്ചിക്ക്, അമ്മു ചേച്ചിക്ക്, അമ്മു ചേച്ചിക്ക്, ബേബിക്ക്, ബേബിക്ക്, റൗഡി ബേബിക്ക്. അമ്മു അമൂല്യ ചേച്ചിക്ക്, അമൂല്യ ചേച്ചിക്ക്, അമൂല്യ ചേച്ചിക്ക്, അമൂല്യ ചേച്ചിക്ക്, അമ്മു ചേച്ചിക്ക്, അമ്മു ചേച്ചിക്ക്, അമ്മു ചേച്ചിക്ക്, അമ്മു ചേച്ചിക്ക്. ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ മെമ്പേഴ്സിനെല്ലാം നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്ന അമൂല്യ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് വേദനിച്ചവരാണ് നമ്മള്. നമ്മുടെ ആത്മവിശ്വാസത്തിനും സ്നേഹത്തിനും എല്ലാത്തിനും കളങ്കം പറ്റിയിട്ടുണ്ട്. അതൊന്നും ഓർത്ത് നമ്മൾ ഇനിയും വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വൺ സൈഡ് ലവ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് അത്ഭുതകരമായിട്ട് അങ്ങോട്ട് സ്നേഹിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന, നമ്മുടെ ഈ നാടിന് കാണിച്ചു കൊടുത്ത, ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അമൂല്യ ചേച്ചി ഇനി നിങ്ങളോട് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പോവുകയാണ്. അല്ല, ഞാനിപ്പോ എന്ത് സംസാരിക്കാനാ? ഞാൻ ഇതിനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അനുഭവം മാത്രം പോരെ ചേച്ചി പ്രിപ്പറേഷനായിട്ട്. നിങ്ങളുടെ സംസാരം കേൾക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും കൂടി നിൽക്കുന്നത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഞങ്ങൾ എല്ലാവരും കണ്ണടച്ച് കേട്ടോളാം. എന്താ സംസാരിക്കണ്ടേ? അന്ന് ബ്രേക്കപ്പ് പാർട്ടി നടന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ എടുത്തങ്ങ് കീച്ച് നല്ല കൈയടി കിട്ടും, ഉറപ്പാ. നോക്ക് സുമേഷ്, ആ പോസ്റ്റർ കണ്ടോ? ഓ, ഈ പേരിൽ ഒരു സംഘം തുടങ്ങിയല്ലേ? തന്നെ പോലെ കുറച്ച് പേരുണ്ടെന്നാ തോന്നുന്നേ. ചാൻസ് ഇല്ല ബോസേ, ഞാനും അവരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. അവിടെ ഒന്ന് ചെന്ന് പോയി നോക്ക്. തന്റെ കസിൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടാകുമോ അതില്? അയ്യോ അല്ല ബോസേ, അവരെല്ലാവരും ഒരു പെൺകുട്ടിയെയാണ് സ്നേഹിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. എന്റെ ഹൃദയത്തിന്റെ വാതില് എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ആയി കിടക്കുക.
മീനാക്ഷിക്ക് കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, അത്ര തന്നെ. ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ കാര്യത്തിൽ എന്റെ ഇൻസ്പിറേഷൻ. ബോസ് ബോസ് എന്തു പറ്റി ബോസ്? ഒന്നുമില്ല. വേദനിച്ചിരിക്കുന്ന ജീവിതവും മതിയായ ജീവിതവും ഒക്കെ ചേർത്ത് ഒരു സംഘം നിർമ്മിച്ചിരിക്കുക. അവരുടെ സ്നേഹത്തിന് നമുക്ക് റെസ്റ്റ് ഇൻ പീസ് എങ്കിലും കൊടുക്കാം, അല്ലേ ബോസ്? ഷട്ട് അപ്പ് സുമേഷ്. എന്തൊരു വെറുപ്പിക്കലാണോ ഇത്? പെൺകുട്ടികളെ സ്നേഹിക്കുന്ന ആമ്പിള്ളേരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ ബോസെ. നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, വിട്ടേക്കത്. എന്നുവെച്ചാ തന്റെ അഭിപ്രായത്തിൽ ഞാൻ സ്നേഹിക്കുന്ന ആണുങ്ങളെയാണെന്നാണോ? അയ്യോ, അങ്ങനെയല്ല ബോസെ. നിങ്ങളോട് പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളാണ് ലക്കി. പെൺകുട്ടികളോട് ഡിസ്റ്റൻസ് ഇടുന്നുണ്ടല്ലോ. പക്ഷേ പെൺകുട്ടികളുടെ പുറകെ നടക്കുന്ന ഞങ്ങളെ പോലുള്ള ഭ്രാന്തൻ പ്രേമികൾക്ക് നാളെ ഇങ്ങനത്തെ സംഘമാണ് ഒരു ധൈര്യം ബോസ്. അല്ല, ഏതോ പെൺകുട്ടി അത്ര ലീഡ് ചെയ്തത് ഞാൻ ശരിക്കത് കണ്ടില്ല. വൺ വേ ലവേഴ്സ് സംഘത്തിൽ ഒരു പെൺകുട്ടിയോ? അതന്നെയാണോ എനിക്കും ആശ്ചര്യമായത്. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വൺ വേ ആയിട്ട് പ്രേമിക്കോ? താൻ പറ. എൻഗേജഡ് അല്ലാത്ത പെൺകുട്ടികൾ ഉണ്ടെന്ന് അറിയുമ്പോ എനിക്ക് ശരിക്കും ഷോക്ക് ആവുന്ന പോലെ തോന്നുന്നു ബോസെ. ചേച്ചേ, ഈ ആണുങ്ങളൊക്കെ എന്തിനാ അങ്ങനെ പ്രേമിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കതൊന്നും ഇഷ്ടമല്ല. നല്ല കോമഡി. തനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടി ഒരു ദിവസം ഓഫീസിൽ വന്നില്ലെങ്കിൽ ഉടനെ വീട്ടിലേക്ക് തേടി പോവുക. എന്നിട്ട് സ്നേഹിക്കുന്നത് എങ്ങനെയാന്ന് അറിയില്ല എന്ന്. എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വരിക. എന്താണ് വിളിക്കുന്നേ? ഒന്നുമില്ല ബോസെ. ഈ ചില ആൾക്കാര് കൂളിംഗ് ഗ്ലാസ് വെച്ച് സൂര്യനെ നോക്കിയിട്ട് ചന്ദ്രനാണെന്ന് തെറ്റിദ്ധരിച്ച് രാത്രിയാണെന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും. പക്ഷേ കാണുന്നവർക്കറിയാം ഇത് പകലാണെന്ന്. പക്ഷെ ആ കാര്യം ഈ പറയുന്നവര് മറന്നു പോകുമെന്നാ തോന്നുന്നത്, അല്ലേ? ആന്റി, ഞാൻ ഈ കേട്ടത് സത്യാണോ? നാളെ എന്റെയും വേദാന്തിന്റെയും കല്യാണം ഫിക്സ് ചെയ്യാൻ പോവാണോ? ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വെറുതെ തമാശ പറയാൻ പറ്റുമോ സാഹിത്യ? അതുമല്ല, വെറുതെ ഒരാൾക്ക് ആഗ്രഹം കൊടുക്കാൻ പറ്റുമോ? അതങ്ങനെയല്ല ആന്റി. ഈ ദിവസം ഇത്രയും വേഗം വരുമെന്നും കുറച്ച് ദിവസത്തിനുള്ളിൽ എന്റെയും വേദാന്തിന്റെയും കല്യാണം നടക്കാൻ പോവാന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാ. നിനക്ക് മാത്രമല്ല, ഇവിടെ ആർക്കും ഇത് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമേ അല്ല. അത് തന്നെയാണ് ഈ സുഹാസിനി മേനോന്റെ മിടുക്കും. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചത്. നാളെ വൈകുന്നേരം റെഡിയായി നീ വീട്ടിലേക്ക് വാ. ഉറപ്പായിട്ടും വരൂ ആന്റി. ഇതിനേക്കാൾ സന്തോഷമായിട്ടുള്ളത് വേറെ എന്താ ആന്റി ഉള്ളത്? പക്ഷേ പെട്ടെന്ന് നിനക്ക് എന്തു പറ്റി? എന്താ പെട്ടെന്ന് നീ പക്ഷേന്ന് പറഞ്ഞത്? അങ്ങനെയല്ല ആന്റി, എനിക്കെന്തോ വേദാന്ത് ഇതൊന്നും സമ്മതിക്കില്ല, നോ ആണ് പറയാൻ പോകുന്നേന്ന് തോന്നുന്നു. എന്റെ മകനെ കുറിച്ച് എന്നെക്കാളും നന്നായിട്ട് വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല, ഇനിയൊട്ട് മനസ്സിലാക്കിയില്ല. അവൻ എന്റെ അടുത്തേക്ക് വന്ന് ഞാൻ സാഹിത്യോടൊപ്പം ഡ്രാമ കളിക്കുകയാണെന്ന് പറയാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെല്ലാം ശരിയാണ് ആന്റി. അവര് സമ്മതിക്കുന്നാണോ തോന്നേ? എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ. അതിനർത്ഥം സമ്മതിച്ചു എന്ന് തന്നെയല്ലേ? മനസ്സിലായില്ല. ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നോട് നോ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. സോ ഇറ്റ്സ് ഫിക്സ്ഡ്. റിയലി? പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശീലം എനിക്കില്ലെന്ന് അറിയാലോ നിനക്ക്. വേദാന്തിനെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. സാഹിത്യ, ദുബായിലുള്ള നിന്റെ പേരൻസിന്റെ അടുത്ത് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ? അതെ ആന്റി, പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. അങ്ങനെയാണെങ്കിൽ നാളെ കാണാം. ബൈ. സത്യം പറയുവാണെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാൻ പോലും അറിയില്ല. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ മുഖ്യ അതിഥിയായിട്ട് വരുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ അഖില കേരള വൺ സൈഡ് ലവേഴ്സിന്റെ സംഘത്തിന്റെ പേരിനും എനിക്ക് തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്.
കൊട്ടുന്നതിന് 2 കൈ വേണം, ഒന്ന് ഞൊടിക്കാനായിട്ട് 2 വിരലുകളും വേണം. പക്ഷെ ഈ പ്രണയം ഉണ്ടല്ലോ,